കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിന് അനുഗ്രഹമായി മാറുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയും പോലെയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം. യുദ്ധവേളയിൽ പറയാൻ പാടില്ല എങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ നിലവിലെ നിയന്ത്രണങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിന് അപൂർവ അവസരങ്ങളാണ് തുറന്നിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്ര മുടങ്ങിയ 100ഓളം കപ്പലുകൾ വിഴിഞ്ഞത്ത് ബെർത്ത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കാത്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന വിവരം. 8 രാജ്യാന്തര ഷിപ്പിംഗ് കമ്പനികളുടെ കപ്പലുകളാണ് ദുബായ് തുറമുഖത്തേക്ക് പോകാനാകാതെ വഴിമാറാൻ ശ്രമിക്കുന്നത്. രാജ്യാന്തര ഷിപ്പിംഗ് പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ ഉള്ളതിനാൽ വിഴിഞ്ഞം തുറമുഖത്തിന് തന്ത്രപ്രധാന സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ മുംബൈ, മുന്ദ്ര തുറമുഖങ്ങളിലേക്ക് പോകാൻ മണിക്കൂറുകളുടെ അധിക യാത്ര വേണ്ടിവരുന്നതിനാൽ ഇതുവഴി പോകുന്ന കപ്പലുകൾ വിഴിഞ്ഞത്തെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. എന്നാൽ ഈ തുറമുഖത്തെ സ്ഥലക്കുറവ് അതിന്റെ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിന് വലിയ തടസ്സമായി തുടരുകയാണ്. യൂറോപ്പ്, തെക്കേ അമേരിക്ക, ചൈന, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും വിഴിഞ്ഞത്തേക്ക് കപ്പലുകൾ എത്തുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്ത് ഒരു നിമിഷം പോലും ബെർത്ത് ഒഴിഞ്ഞുകിടക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ 800 മീറ്റർ നീളമുള്ള ബെർത്തും 36,000 TEU ശേഷിയുമുള്ള യാർഡുമാണ് വിഴിഞ്ഞത്തുള്ളത്. പരമാവധി 2 മദർഷിപ്പുകൾ അല്ലെങ്കിൽ 4 ഫീഡർ കപ്പലുകൾ മാത്രമേ ഒരേ സമയം ഇവിടെ ബെർത്ത് ചെയ്യാനാകൂ. അത് മുഴുവൻ ഒരു പ്രമുഖ ഷിപ്പിംഗ് കമ്പനി മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്നതിനാൽ മറ്റ് കമ്പനികൾക്ക് അവസരം ലഭിക്കുന്നില്ല. ഹോർമൂസ് പ്രതിസന്ധിയെ തുടർന്ന് നിരവധി ഷിപ്പിംഗ് കമ്പനികൾ മദർഷിപ്പുകൾ അടുപ്പിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും സൗകര്യക്കുറവ് കാരണം അനുമതി നൽകാനാകാത്ത അവസ്ഥയാണുള്ളത്. കൂടുതൽ സ്ഥലമുണ്ടായിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വ്യാപാര അവസരങ്ങൾ കൈവരിക്കാനാകുമായിരുന്നുവെന്നാണ് വിഴിഞ്ഞത്തെക്കുറിച്ച് വിദഗ്ധർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 13 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത വിഴിഞ്ഞം തുറമുഖം 2ാം ഘട്ട വികസനത്തോടെ കൂടുതൽ ശേഷിയിലേക്ക് ഇനി ഉയരും. പദ്ധതി പ്രകാരം ബെർത്ത് 2 കിലോമീറ്ററായി യാർഡ് ശേഷി 1 ലക്ഷം TEU ആയും വർദ്ധിപ്പിക്കും. 2027 ആകുമ്പോഴേക്കും ബെർത്ത് 1200 മീറ്ററായി ഉയർത്തി 3 മദർഷിപ്പുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാനാകും. അടുത്ത ഘട്ട വികസനത്തിനായി ഏകദേശം 10,000 കോടി രൂപ ചിലവഴിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ വികസന പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ വിഴിഞ്ഞം ആഗോള കടൽ വ്യാപാരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല. കേരളത്തിന്റെ, അതിലുപരി ഇന്ത്യയുടെ തന്നെ സമുദ്ര വ്യാപാര ഭാവിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന പ്രധാന പദ്ധതിയായാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനം വിലയിരുത്തപ്പെടുന്നത്. അത് പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ പ്രവർത്തന രീതിയിലും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. അതിലൂടെ വിഴിഞ്ഞം ഒരു സാധാരണ തുറമുഖത്തിൽ നിന്ന് ഒരു പൂർണ്ണമായ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറുന്നതിനുള്ള സാധ്യതയും വർദ്ധിക്കും. കൂടുതൽ വിദേശ കപ്പൽ കമ്പനികളും ഷിപ്പിംഗ് ലൈനുകളും വിഴിഞ്ഞത്തേക്ക് ശ്രദ്ധ തിരിക്കും. ആഗോള വ്യാപാര റൂട്ടുകളിൽ വിഴിഞ്ഞത്തിന്റെ സ്ഥാനം അങ്ങനെ ശക്തമാകും. കൊളംബോ, ദുബായ് പോലുള്ള തുറമുഖങ്ങളോട് കിടപിടിക്കാൻ പോന്ന ശേഷി ഈ തുറമുഖത്തിനുണ്ടാകും. ഇതൊക്കെ വെറും പ്രതീക്ഷകൾ മാത്രമല്ല, യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളെ തുടർന്ന് വിഴിഞ്ഞത്തെ ആശ്രയിക്കാനെത്തുന്ന കപ്പലുകളുടെ എണ്ണം. വാർത്തയുടെ നിറം തേടി തനിനിറം.